എൻ്റെ പേര് ടിൻഡു ബിജു. ഞാൻ ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടത്ത് നിന്ന് വരുന്നു. സെൻറ്റ് സെബാസ്റ്റ്യൻ ഫൊറോന ചർച്ച് ഇടവകാംഗമാണ്. ഞങ്ങൾക്ക് ഞാൻ 2019 ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ സാഹചര്യത്താൽ കൊറോണ കാരണവും എനിക്ക് ഈ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. എന്നിരുന്നാൽ തന്നെ ഞാൻ അന്ന് വെച്ച നിയോഗമായിരുന്നു. ഞങ്ങൾക്ക് 13 വർഷമായിട്ട് ഭവനമില്ലായിരുന്നു. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. ഞങ്ങൾക്കൊരു ഭവനം നൽകണമേ എന്ന് അമ്മയോട് ഞങ്ങൾ നിയോഗം വെച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. പിന്നീട് എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ലേ പോലും ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഉപ്പ് കൊണ്ടുപോയി ഞങ്ങളുടെ സ്ഥലത്ത് ഇട്ട് പ്രാർത്ഥിക്കുകയും ഇവിടെ നിന്ന് കിട്ടിയ ഒരു കാശുരൂപം കൊണ്ടുപോയി അവിടെ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് കയ്യിൽ പൈസയൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും ഒരു വർഷം കൊണ്ട് നല്ലൊരു ഭവനം പണിത്, എങ്ങനെ പൈസ ഉണ്ടായിന്നോ എങ്ങനെ ആ വീട് പണിതെന്നോ ഞങ്ങൾക്കറിയത്തില്ല. അതുപോലെ നല്ലൊരു ഭവനം പണിത് അവിടെ താമസിക്കുവാൻ അമ്മ മാതാവും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നീട് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ 3 വർഷമായിട്ട് സ്ഥിരമായി കണ്ണാടി ഉപയോഗിച്ചിരുന്ന ആളായിരുന്നു. എനിക്ക് കണ്ണാടി ഇല്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കുവാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ രാത്രി വീട്ടിൽ നിന്ന് വരുന്നത് കൊണ്ട് കണ്ണാടി എടുക്കാനുള്ള മറന്നുപോവുകയും ഇവിടെ വന്ന് അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ ഇനി ഒരിക്കലും എനിക്ക് കണ്ണാടി ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത്, എനിക്കത് ഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ഞാനിവിടുന്ന് പോവുകയും ഈശോയുടെയും അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ പിന്നീട് ഇതുവരെയും 7 വർഷക്കാലമായിട്ട് ഞാൻ കണ്ണാടി ഉപയോഗിച്ചിട്ടില്ല. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ വലത് കാലിൻ്റെ ഉപ്പുറ്റിക്ക് വലിയ വേദനയായിരുന്നു. കുറച്ചു നേരം നിൽക്കുകയോ നടക്കുകയോ ചെയ്താൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അമ്മ മാതാവ് ഞാൻ വളരെ ആയുർവേദവും ഇംഗ്ലീഷ് മരുന്നും ഹോമിയോയും എല്ലാം മാറി മാറി ഉപയോഗിച്ച് നോക്കുകയും എന്നിരുന്നിട്ടും ഒരു കുറവും സംഭവിച്ചില്ല. മാതാവിൻ്റെ അഖണ്ഡ ജപമാലയിൽ 2024 അഖണ്ഡ ജപമാലയിൽ ഞാൻ ചെരുപ്പില്ലാതെ കൃപാസന മുതൽ അർത്തുങ്കൽ പള്ളി വരെ നടക്കുകയും മാതാവിൻ്റെ വിശുദ്ധ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇതുവരെ പിന്നീട് എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഇവിടുന്ന് കിട്ടുന്ന പത്രം, മാതാവിൻ്റെ പത്രവും ഈശോയുടെയും അമ്മ മാതാവിൻ്റെയും അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞ് ഓരോരുത്തർക്കും ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോറിക്ഷക്കാർക്കും ഓരോ വീടുകളിലും കൊണ്ടു നടന്നു കൊടുക്കുകയും അവരോട് ഈശോയുടെയും അമ്മ മാതാവിൻ്റെയും കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. കാരുണ്യ പ്രവർത്തികളായിട്ട് ആശുപത്രികൾ സന്ദർശിക്കുകയും എന്നാൽ കഴിയുന്ന വിധം അവർക്ക് ആഹാര സാധനങ്ങൾ കൊടുക്കുകയും അവിടെ അടുത്ത് ഒരു ഓർഫണേജ് ഉള്ള അമ്മമാരും അപ്പച്ചന്മാരും ഉള്ളതാണ്. അവിടെ പോവുകയും അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും നമ്മളെ കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19 അധ്യായം 9 തിരുവചനം. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു, ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പുസ്തകത്തിൽ, ജീവൻ്റെ പുസ്തകത്തിൽ നാം ഓരോരുത്തരുടെയും പേരെഴുതി ചേർക്കുന്നതിൽ ആനന്ദിക്കുക എന്ന് ഈശോ ശിഷ്യന്മാരോട് അരുളി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ ആനന്ദിക്കുക എന്ന് ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. ടിൻഡു ബിജു എന്ന ഈ മകൾക്ക് പറയാനുള്ള സാക്ഷ്യം അത് തന്നെയാണ്. ഈശോ എന്നെ സ്വന്തമാക്കി എന്നാണ് ഈ മകൾക്ക് പറയാനുള്ളത്. അവരുടെ വലിയ ഒരു സങ്കടമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് നിയോഗം വയ്ക്കുമ്പോൾ അവർക്ക് 13 വർഷമായിട്ട് വാടക വീട്ടിൽ ജീവിക്കേണ്ടി വന്ന ഒരവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്കൊരു ഭവനം തരണമേ എന്ന പ്രാർത്ഥന ഈശോ സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിൽ അവർക്ക് വളരെ പെട്ടെന്നൊരു വീട്, നല്ല ഭവനം ലഭിച്ചതിന് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ആ മകൾ 3 വർഷക്കാലമായിട്ട് കണ്ണട ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ പടി കയറിയ ഉടനെ തന്നെ അയ്യോ ഞാൻ കണ്ണട എടുത്തില്ലല്ലോ. അവിടെ സൗഖ്യത്തിന് വേണ്ടിയാണ് പരിശുദ്ധ അമ്മ തന്നെ ആ മകൾക്ക് ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചത്. ആ കണ്ണട എടുക്കാൻ പോലും ഓർത്തില്ല. ഇവിടെ വന്നപ്പോഴാണ് കണ്ണടയുടെ ആവശ്യം വന്നു. തൻ്റെ കണ്ണിന് കാഴ്ച ലഭിച്ചു എന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇവിടെ ആരൊക്കെയാണോ ഈ മണ്ണിൽ കാലുകുത്തുന്നത്, പരിശുദ്ധ അമ്മയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ ഈ ഭൂമിയിൽ ആരൊക്കെ കാല് പതിച്ചാലും അവർ ഒരിക്കലും അനുഗ്രഹം പ്രാപിക്കാതെ പോവുകയില്ല. ഒന്നു മാത്രമേ ഉള്ളൂ, അനുഗ്രഹം പ്രാപിക്കാൻ അനുതാപം കൂടി ആവശ്യമാണ്. നാം എപ്പോഴെല്ലാം
നമ്മുടെ സങ്കടങ്ങളോടൊപ്പം നമ്മുടെ അനുതാപം കൂടി കൂട്ടിച്ചേർത്ത് ഒരു ചാലിച്ചെഴുതി, മറിയത്തെ പോലെ നാം അവിടുത്തെ കാൽപാദങ്ങൾ എപ്പോഴൊക്കെയാണോ കണ്ണീരോടെ കഴുകുന്നോ അവിടെയെല്ലാം ഒരു കുപ്പി സുഗന്ധം നമുക്ക് പരത്താൻ സാധിക്കും. ഈശോയ്ക്ക് സുഗന്ധാഭിഷേകം ചെയ്യാനും ആ സുഗന്ധം നമുക്കും അനുഭവിക്കുവാൻ പരിശുദ്ധമ്മ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും എന്നാണ് ഉടമ്പടി നമ്മെ പഠിപ്പിക്കുന്നത്. മകൾക്കൊരു സൗഖ്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. 2 വർഷക്കാലമായി ഉപ്പൂറ്റി വേദനയുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ലഭിക്കുന്ന നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച്, തൈലം ഉപയോഗിച്ച്, ഉപ്പ് ഉപയോഗിച്ച്, ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഒരു വലിയ ഔഷധം കൂടിയാണ്. മരുന്നോ ലേപനമോ ഒന്നുമല്ല, അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയതെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നാം വായിച്ചെടുക്കുന്നു. നമുക്ക് ഈശോ നൽകുന്ന സൗഖ്യം നിത്യമാണ്, അതൊരിക്കലും തിരിച്ചു വരികയില്ല. ചിലരെങ്കിലും പറയാറുണ്ട്, ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് ആ വേദന അല്ലെങ്കിൽ എൻ്റെ ആ ജോലിയിലൊരു തകർച്ച വന്നു. ചിലരെല്ലാം വിചാരിക്കും, ഇത് കാലാവസ്ഥയുടെ മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യത്യാസമായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ 8 പ്രാവശ്യം പരീക്ഷ എഴുതിയോണ്ട് 9ാം പ്രാവശ്യം ജയിച്ചതായിരിക്കാം എന്നെല്ലാം വിശ്വസിച്ച് ഈശോയിൽ നിന്ന് തിരിഞ്ഞു പോകുന്നവർ വളരെ സങ്കടത്തോടെ ഈശോ കുരിശിൽ കിടന്ന് നമ്മെ നോക്കി കരയുന്നുണ്ട്. പരിശുദ്ധമ്മ നമുക്കെല്ലാം വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. നമുക്ക് ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാം. ടിൻഡുവിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും സൗഖ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതഭാരം ലഘൂകരിച്ചതിന് നന്ദി പറഞ്ഞ് ഒരു നല്ല കയ്യടിയോടെ ഭവനങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഈ സാക്ഷ്യം സമർപ്പിച്ച് നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.